നമ്മുടെ ലാലേട്ടൻ്റെ സ്പടിയൻ ഷൂട്ട് ചെയ്ത് 1994 സ്പടിയൻ ഷൂട്ട് ചെയ്ത് നമ്മുടെ ഈ ചങ്ങനാശ്ശേരി ചന്തയിലാണ്. 90% ഈ ചന്തയിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ചന്തയിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് ലാലേട്ടനും സുഖസിനായിട്ടുള്ള സീനും തില്ലാനായിട്ടുള്ള സീനും ബഹദൂറൊക്കെ ആയിട്ടുള്ള സീനും ഇതെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതെല്ലാം എൻ്റെ ചാനലിൽ ഇപ്പെടുന്നതായിരിക്കും. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടുക. അപ്പോൾ ഇതാണ് പൂക്കോ ഇരുന്ന കസാര. ഇത് പൂക്കോയുടെ കടയായിരുന്നു. ഈ കടയിലാണ് പൂക്കോ ഇരുന്നത്. അപ്പോൾ ഈ കടയിൽ പൂക്കോയിൽ വന്ന ലാലേട്ടൻ മീശയ്ക്ക് പിടിച്ച് പറഞ്ഞ ഡയലോഗ്, എടാ പൂക്കോ പൊരാണിമാരെന്ന് പറഞ്ഞ ഡയലോഗില്ലേ, അത് ഈ കടക്കായിരുന്നു പൂക്കോട് പറഞ്ഞ ഡയലോഗാണ്. അത് ഈ സ്ഥലമാണ്. ഈ കടയുടെ മുകളിലാണ് നമ്മുടെ ട്യൂട്ടോറിയൽ. ഇതാണ് ബഷീറിക്കട ട്യൂട്ടോറിയൽ. ഈ ട്യൂട്ടോറിയലിന്റെ മുകളിൽ കടന്നാണ് ലാലേട്ടൻ മുടിഞ്ഞ ഫൈറ്റ് ചെയ്തത്. ലോറിയുടെ മുകളിലോട്ട് ചാടുന്നുണ്ടോ? ചങ്ങനാശ്ശേരി മാർക്കറ്റിനെ ആകെപ്പാടെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. എല്ലാ സ്ഥലത്തു നിന്നും മോഹൻലാൽ അന്ന് ആദ്യമായിട്ട് ഇവിടെ വരുന്നതുകൊണ്ട് കാണാൻ കുരിശടിയുടെ അവിടെയായിട്ട് ആൾക്കാർ തിങ്ങിക്കൂടുകയായിരുന്നു. ഈ കെട്ടിടത്തിന്റെ മുകളിലോട്ടാണ് ലാലേട്ടൻ മോളെ കുത്തിച്ചാടി ഫൈറ്റ് ചെയ്യുന്നത്. കണ്ടോ? ഇവിടുത്തെ ചന്ത നിവാസികൾക്ക് ലാലേട്ടനെ കുറിച്ച് പറയുമ്പോൾ 100 നാവാണ്. ഒരു ഡൂപ്പ് പോലില്ല അഭിനയിച്ചെന്ന് അവർ പറയുന്നത്. നല്ല സ്നേഹമാണ്. അല്ലാത്ത ആൾക്കാരുമായിട്ടെല്ലാം കൈ കൊടുത്തേ ഈ കുളത്തിലോട്ടാണ് ആ ജീപ്പ് അടിക്കുന്നത്. അവസാനം വരെ ഉണ്ട്. വെള്ളത്തിലോട്ട് ചാടുന്നതിന് മുമ്പ് പുള്ളി സൈഡിലോട്ട് പെട്ടെന്ന് മാറി. ഈ മുളകത്ത് ചാടുന്ന ഒറിജിനലായിട്ട് ലോറിയിലോട്ട് ചാടുന്നതൊക്കെ. ഇതാണ് ആ കുരിശടി. ആ കുരിശടിയുടെ പുറകിലാണ് സ്പടിയൻ ജോർജ് വണ്ടി കൊണ്ട് ചവിട്ടിയിട്ട് ലാലേട്ടനെ സിൽക്കസ്മിതയും പിടിച്ചിറക്കി ലാലേട്ടൻ സിൽക്കസ്മിതയുടെ കൈ പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന വഴിയാണിത്. ഈ കുരിശടി അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നടന്നു വരുന്നത്, കിണർ സൈഡിൽ കൂടെ. ഷൂട്ടിംഗ് കണ്ടായിരുന്നോ? ലാലേട്ടൻ കണ്ടായിരുന്നോ? ആണ്. എങ്ങനെയുണ്ട്? സിമ്പിൾ ആണ് ആള്? ആണ്. ആ കെട്ടിടത്തിന് മുകളിൽ ചാടുന്ന ഒറിജിനാണോ? ആണ്. അന്നത്തെ ലാലേട്ടനെ കാണാൻ വേണ്ടി ആൾക്കാർക്ക് നല്ല ജനത്തിരക്കായിരുന്നു. ആണോ? ഇതാണ് നമ്മുടെ സ്പടിയൻ ഷൂട്ട് ചെയ്ത ബഹദൂർ കഴിക്കുന്ന കഴിക്കണം. കട ഈ കടയിലാണ് ബഹദൂർ കഴിക്കുന്നത്. സുഖസ്മിതയൊക്കെ നേരിട്ട് കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായി? കാണാനൊക്കെ അടിപൊളിയായിരുന്നോ? കാണാന്ന് പറഞ്ഞാൽ അന്നത്തെ നിങ്ങൾ ഗർഭമല്ലായിരുന്നു? അതെ. എന്നാലും നമുക്ക് അതിനെപ്പറ്റി അത്രയും ഈ ഫീൽഡിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സുഖസ്മിതയൊക്കെ ജാട ഉണ്ടെന്നോ അതോ സിമ്പിളായിരുന്നു? ഇല്ല, സാധു ഫ്രീ ആയിട്ട് അവരുടെ ആ സാഹചര്യം വെച്ചുകൊണ്ട് നോക്കുകയാണ് സാധുവായിട്ട് തന്നെ അഭിനയിച്ചിരിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കി. ലാലേട്ടൻ ഡൂപ്പില്ലാതെ അഭിനയിച്ചല്ലേ? അതെ. എല്ലാം പുള്ളി എല്ലാം അങ്ങനെ തന്നെ. ആർക്കും ഒരു റോളും പുള്ളി കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ തട്ടുമുറാണ് ലാലേട്ടൻ കയറി പോകുന്ന തട്ടുമുറ. ലാലേട്ടൻ താമസിച്ച തട്ടുമുറ ഇതാണ്. ഇതിൻ്റെ മുകളിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ നിന്നാണ് നമ്മുടെ NS വർഗീസിൻ്റെ കയ്യിൽ ഉമ്മ വെക്കുന്നത്. ആ സീനൊക്കെ ഇവിടെ നിന്നാണ്. അപ്പോൾ ഈ തട്ടുമുറാണ്. അപ്പോൾ ആ തട്ടുമുറത്താണ് നമ്മൾ പോകുന്നത്. ഈ തട്ടുമുറത്തെ മുകളിൽ നിന്നാണ് നമ്മൾ കോൺസ്റ്റബിൾ ജോണിയോട് ലാലേട്ടൻ പറഞ്ഞത് കഴിഞ്ഞ പള്ളിപ്പെരുന്നാൾ വാക്യം തീർക്കും എന്ന് പറയുന്ന ഡയലോഗ് പറയുന്നത് ഈ തട്ടുപ്പുറത്ത് മുകളിൽ നിന്ന്. അപ്പോൾ ആ തട്ടുപ്പുറത്തിൽ നമുക്ക് ഇനി പോകാം. ഓക്കെ. അപ്പോൾ ഇതാണ് ലാലേട്ടൻ താമസിച്ച തട്ടുമുറം. അപ്പോൾ നമുക്ക് തട്ടുമുറം കാണാം. മോഹൻലാലൊക്കെ ചത്ത് കിടന്ന് പണിയെടുത്തൊരു സിനിമയാണ്. കാരണം വെച്ചാൽ പുള്ളിയുടെ ഓട്ടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പേടിച്ചു പോകും. അതുപോലെ മരിച്ചു കിടന്ന് പണിയെടുത്തൊരു സിനിമയാണ് സ്പടിയം. അതുപോലെ തന്നെ ആ ഒരു ജമ്പിങ് ഉണ്ട്. ജമ്പിങ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഈ വണ്ടി വന്ന് ജീപ്പ് വന്നു. ആ സമയത്ത് പുള്ളി ഞങ്ങൾ കൈവണ്ടിയൊക്കെ വലിച്ച് അവിടെ കൊണ്ട് വെക്കുന്ന സമയത്ത് പുള്ളി ആ പാലം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേ കയറി നിന്നിട്ട് ഒരു സെക്കൻഡ് നേരം കൊണ്ട് പുള്ളി അത് മാറിയില്ല, പുള്ളി അടിച്ച് തീർക്കും. കാരണം 120 കിലോമീറ്റർ സ്പീഡിലാണ് ഈ ജീപ്പ് വരുന്നത്. ആ ജീപ്പ് കൊണ്ട് ജമ്പ് ചെയ്ത് തോട്ടി ചാടിക്കുന്നതും പിന്നെ അദ്ദേഹം പെട്ടെന്ന് ചാടിയെടുത്ത് ഞങ്ങളുടെ കൈവണ്ടിയിലോട്ട് എടുത്ത് ചാടിയിട്ടാണ് പുള്ളി പുറത്തോട്ട് ചാടുന്നത്. അതൊക്കെ ഒരു സെക്കൻഡ് നേരം കൊണ്ട് ഉണ്ടാകുന്ന സംഭവം. അതൊക്കെ മുളകുത്തി ചാടുന്നത് പിന്നെ പുള്ളി ഒരു